സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരും രാധികയോട് പറയണേ, താൻ തനിക്ക് കംഫർട്ടബിൾ ആയുള്ള രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചാൽ മതി, അതൊക്കെ മാറ്റി വെച്ചേക്ക്. അങ്ങനെ രാധിക സന്തോഷത്തോടെ കൈകൊണ്ട് തന്നെ ഭക്ഷണം വാരി കഴിക്കുവാണ്. ഇപ്പോൾ എന്ത് രുചിയ ഭക്ഷണത്തിന്, ഇപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ ശരിക്കും അറിയാൻ പറ്റുന്നത്. ഇതാ ഞാൻ വരുണിനോട് പറഞ്ഞത്, എന്നെ കുട്ടി ഇതുപോലെ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വരുൺ ചിലപ്പോൾ നാണം കിടേണ്ടി വരുമെന്ന്. അന്നേരം വരുൺ പറയണേ, അതിന് എവിടെ ചെന്നാലും ഈ വരുൺ എന്ന് പറയുന്നത് കണിമംഗലത്തെ പരമേശ്വരൻ്റെ മകനും അതുപോലെ താൻ ആറ്റുവാശ്ശേരിയിലെ ദേവനാരായണ തിരുമേനിയുടെ മകളുമായിരിക്കും. അതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് വരുണും ആ ഫോർക്കും സ്പൂണൊക്കെ മാറ്റിയിട്ട് വരുണും കൈവച്ച് തന്നെ കഴിക്കുവാണ്. എന്നിട്ട് ഭക്ഷണം എടുത്ത് രാധികയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ രാധിക പറഞ്ഞേ, എന്താ വരുണിത്, ആരെങ്കിലുമൊക്കെ കാണും, അതിനിപ്പോൾ കണ്ടാലെന്താ, താൻ കഴിക്കണോ? അങ്ങനെ പറഞ്ഞ വരുൺ ആ ഭക്ഷണം രാധികയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും ഒത്തിരി സന്തോഷത്തോടെ പരസ്പരം ഫുഡൊക്കെ വായിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കുറച്ചങ്ങ് ദൂരെ നിന്ന് മാറി ബെഞ്ചമിൻ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും ബെഞ്ചമിൻ്റെ ഫോണിലേക്ക് അജിത്ത് വിളിക്കുന്നത്. അന്നേരം ബെഞ്ചമിൻ കോൾ എടുത്തിട്ട് പറയണേ, അജിത്ത് സാറേ, ഞാനിവിടെ വരുണിൻ്റെ രാധികയുടെ വളരെ അടുത്ത് തന്നെയുണ്ട്. അവരെ ഇണക്കുരുവികളെ പോലെ മുട്ടുരുമിയിരിക്കുക. സന്തോഷിക്കട്ടെ, ഇനിയിപ്പോൾ അധികം നാൾ ഈ സന്തോഷം ഉണ്ടാവില്ലല്ലോ. മരണമല്ലേ അവളുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ യാത്ര, ഈ അവസാന യാത്ര സന്തോഷത്തോടെ തന്നെ അവർ കൊണ്ടുപോട്ടെ. അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ഉറക്കമില്ലാതെ കിടക്കുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ. പ്രിയങ്കയാണെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുക. സമാധാനത്തോടെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ പോലും പ്രിയങ്കയ്ക്ക് പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രിയങ്ക എണീറ്റ് ഫോൺ എടുത്ത് മുത്തശ്ശീനെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി കോൾ എടുക്കുക. എന്തായി മോളെ കാര്യങ്ങളൊക്കെ, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വാർത്ത വല്ലതും പറഞ്ഞോ? അന്നേരം പ്രിയങ്ക ദേഷ്യത്തിൽ പറഞ്ഞേ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ ചത്താലും ജീവിച്ചാലും ഒക്കെ എനിക്കെന്താ, അതൊന്നുമല്ല ഇപ്പോൾ ഇവിടെ എൻ്റെ പ്രശ്നം. അവിടെ വരുണിൻ രാധികയും ഇതൊന്നും അറിയാതെ യാത്ര എൻജോയ് ചെയ്ത് സുഖിച്ച് നടക്കുമല്ലേ, അതോർക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. അന്നേരം മുത്തശ്ശി പറയണേ, മോളെ നീ വെറുതെ എടുത്തു ചാടി ഒരു അബദ്ധമൊന്നും കാണിക്കല്ലേ. നിൻ്റെ ഈ നാടകം നീ തുടർന്ന് പോയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നല്ല പല കൊലക്കേസുകളാണ് നിൻ്റെ തലക്ക് മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നീ നിൻ്റെ ഈ അഭിനയം കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗ്ഗവും. എന്നാലും മുത്തശ്ശി, എനിക്കാണെങ്കിൽ അവനും കൂടി സന്തോഷിക്കുന്നത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മോളെ നീ സമാധാനപ്പെട്. തൽക്കാലം അവരുടെ യാത്ര നമുക്ക് മുടക്കാൻ പറ്റിയില്ല. എന്താണെങ്കിലും യാത്ര കഴിഞ്ഞവർ തിരികെ വരുമല്ലോ. രാധികയാണല്ലോ കൂടെ പോയിരിക്കുന്നത്. അവൾക്ക് എന്താണെങ്കിലും അധിക നാളൊന്നും അച്ഛനെ അമ്മേനെയും കാണാതെ നിൽക്കാൻ പറ്റില്ല. അച്ഛനെ കാണണം, അമ്മേനെ കാണണം എന്നൊക്കെ പറഞ്ഞ് അവളെന്താണെങ്കിലും ഉടനെ തന്നെ തിരികെ എത്തും. അങ്ങനെ അവൾ തിരികെ എത്തട്ടെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്. ഇത്തവണ തിരികെ എത്തിക്കഴിഞ്ഞാൽ അവളുടെ ജീവൻ എങ്ങനെ എടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അന്നേരം പ്രിയങ്ക പറയണേ, ഇതിനു മുമ്പ് പലതവണ നമ്മൾ അവളെ കൊല്ലാൻ നോക്കിയിട്ടില്ലേ? അവസാനം വിഷം കലക്കി വരെ നോക്കി, എന്നിട്ടോ അവൾക്കൊരു കുലുക്കോ ഇല്ല. അതിനു പകരം വിഷം കുടിച്ചത് മറ്റാൾക്കാരും. അച്ഛനെന്നും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഇവൾക്ക് വേണ്ടിയിട്ടാണോ? അന്നേരം മുത്തശ്ശി പറയണേ, എനിക്കും അതിൽ സംശയമില്ലാതില്ല. ദേവനെന്നും നിത്യപൂജയും മറ്റും നടത്തുന്നതൊക്കെ ഇവൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എത്ര തന്നെ കൊല്ലാൻ നോക്കിയിട്ടും അതൊന്നും ഇവൾ കേൾക്കാത്തതും. ഇവിടുത്തെ അഭിനയമാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു. കൊച്ചുകുട്ടികളെ പോലെയല്ല അഭിനയിക്കുന്നത്. ചില സമയത്ത് ചിലരൊക്കെ എന്നെ കൊഞ്ചിക്കാൻ വരും. അത് കാണുമ്പോൾ എനിക്ക് അവരുടെ തലമുണ്ടടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യം വരും. എന്ത് ചെയ്യാനാ, എന്തൊരു ഗതികേട്. മോളെ, പിന്നെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുമ്പോൾ അവരങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. എനിക്ക് പറ്റുന്നില്ല മുത്തശ്ശി വിചാരിക്കുന്ന പോലെയല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മടുപ്പ് തോന്നുവാണ്. മോളെ, നീ മുത്തശ്ശി പറയുന്നത് സമാധാനത്തോടെ കേൾക്ക്. തൽക്കാലം നീ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഈ ജന്മത്തിന് നിനക്ക് കണിമംഗലത്ത് കയറാൻ പറ്റുള്ളൂ എന്നല്ലേ നീ വിചാരിച്ചത്? പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. നീ കണിമംഗലത്തല്ലേ നിൽക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും കുറച്ച് സമയം കൊടുത്താണെങ്കിലും നടക്കും. നമ്മൾ കാത്തിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ നീ മാത്രമല്ലല്ലോ കഷ്ടപ്പെട്ടത്. ഇവിടെ കുറച്ച് നാൾ ഭ്രാന്തിയെന്ന് മുദ്രകുത്തി മുത്തശ്ശി ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ. അങ്ങനെ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നല്ലേ നിന്നെ കണ്ടെത്തിയത്. അതൊക്കെ നീ ഇടക്കൊന്ന് ഓർക്കണം. മുത്തശ്ശി, ഞാൻ കണക്ക് പറഞ്ഞതല്ല. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു മടുപ്പ് തോന്നുക. നീ എന്താണെങ്കിലും പിടിച്ച് നിന്നേ പറ്റു പ്രിയങ്ക മോളെ. പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നീ എന്നെ വിളിച്ചറിയിക്കണം. എന്നാൽ പിന്നെ നീ കിടന്നോ, മുത്തശ്ശിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോട്ടലിൽ എല്ലാവരും കൂടി ചേർന്ന് ക്യാമ്പ് ഫയറൊക്കെ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, അവിടെയുള്ള ഗസ്റ്റുകൾക്കായിട്ട്. അങ്ങനെ ഗസ്റ്റുകളെല്ലാവരും അവിടെ ക്യാമ്പ് ഫയറിനായിട്ട് അവിടെ കൂടിയിരിക്കുവാണ്. ഈ സമയം അവിടുത്തെ മാനേജറും ബാക്കി സ്റ്റാഫുകളൊക്കെ അവിടെ ഉണ്ടാകും. അന്നേരം അവരിൽ നിന്നുള്ള ഒരാൾ ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആ ഒരു സംഗീതത്തിൽ അലിഞ്ഞിരിക്കുവാണ് കേട്ടോ. വരുണും രാധികയൊക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ സമയം ബെഞ്ചമിനാണെങ്കിൽ കുറച്ചങ്ങ് മാറി രാധികയും വരുണിനെയും തന്നെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ അയാൾ ഗിറ്റാറൊക്കെ പ്ലേ ചെയ്തതിന് ശേഷം അവിടുത്തെ മാനേജർ വന്നിട്ട് പറയണേ, പിന്നെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റുകൾക്കിടയിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ പ്രശസ്തയല്ലെങ്കിലും ഇനി വരും കാലങ്ങളിൽ പ്രശസ്തയാകാൻ സാധ്യതയുള്ള ഒരു ഗായിക കൂടി നമുക്കിപ്പോൾ ഉണ്ട്. പാടുന്ന പാട്ട് കേട്ട് കഴിഞ്ഞാൽ പലരും ഷാമ മേഡത്തിൻ്റെ പോലത്തെ അതേ ശബ്ദമാധുരിയാണെന്ന് പറയുകയും മറ്റും ചെയ്യുന്ന രാധികയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇതിനു മുമ്പ് രാധിക ഒരു സിനിമയിൽ പാടുകയും ചെയ്തിട്ടുണ്ട്.
ഒരു പാട്ട് പാടുന്നതിനായി രാധിക നമുക്കിങ്ങോട്ടേക്ക് ക്ഷണിക്കാം. ബിസിനസ്മാനായ വരുണിൻ്റെ ഭാര്യയാണ് രാധിക. എന്താ വരുൺ സാർ, മിസ്സസിനെ ഒരു പാട്ട് പാടാനായിട്ട് വിളിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. രാധിക താൻ ചെന്ന് പാട് എന്ന് പറഞ്ഞ് വരുൺ രാധികയെ പാട്ട് പാടാനായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ്. രാധിക അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടുവാണ് കേട്ടോ. പാട്ട് കേട്ടതും എല്ലാവരും കൈയടിക്കുവാണ്. ഈ സമയം അതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ബെഞ്ചമിനും. അങ്ങനെ വരുണിനെയും ആ മാനേജർ രാധികയുടെ അരികിലേക്ക് വിളിക്കുവാണ്. എന്നിട്ട് രാധികയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വരുണിന് ഒത്തിരി സന്തോഷമാകുവാണ്. വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. അന്നേരം ബെഞ്ചമിൻ മനസ്സിൽ പറയണേ, സന്തോഷിച്ചോ, നിങ്ങളുടെ ഈ സന്തോഷം വെറും അല്പനേരത്തേക്ക് മാത്രമാണ്. എന്നേക്കോയി അണയാൻ പോകുന്ന ദീപമാണ് രാധിക. നീ പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തുന്ന വരുണിനെയും രാധികനെയാണ് കേട്ടോ. രാധിക അങ്ങനെ വരുണിനോട് പറയണേ, എന്നാൽ കഷ്ടമുണ്ട് കേട്ടോ വരുൺ എന്തിനാണ് ഞാൻ പാട്ട് പാടുമെന്നുള്ള കാര്യം അവിടെ മാനേജറിനോടും മറ്റാൾക്കാരോടൊക്കെ പറഞ്ഞത്. അതുകൊണ്ടല്ലേ അവരെന്നോട് പാട്ട് പാടാൻ നിർബന്ധിച്ചത്. അന്നേരം വരുൺ പറയണേ, ഓ പിന്നെ എൻ്റെ ഭാര്യ നല്ലപോലെ പാട്ട് പാടും, ഒരു ചാൻസ് കൊടുക്കണമെന്ന് ഞാൻ എന്താ പറഞ്ഞു നടക്കുമായിരുന്നോ? എടോ, ഈ മാനേജറെ സിനിമയിലേക്ക് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള ഒരാളുടെ അനിയനാണ്. ആ വഴിയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം അയാൾ അറിഞ്ഞത്. ശ്യാമ മാഡത്തെ പോലെ പാടുന്ന ആളാണ് രാധിക എന്നൊക്കെ അങ്ങനെയായിരിക്കും അയാൾ അറിഞ്ഞത്. അന്നേരം രാധിക പറയണേ, വരുൺ ചുമ്മാ കള്ളം പറയല്ലേ, അയാൾ പ്രൊഡക്ഷൻ കൺട്രോളറുടെ അനിയനൊന്നുമല്ല. ഇത് വരുൺ തന്നെ പോയി പറഞ്ഞു കൊടുത്തത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. തനിക്കിപ്പോഴും വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, താൻ വാ, നമുക്കിപ്പം തന്നെ മാനേജറോട് പോയി ചോദിക്കാം. വേണ്ട, അങ്ങനെ ഇനി ചോദിച്ചു കഴിഞ്ഞാലേ നമ്മൾ തമ്മിൽ തർക്കമാണെന്ന് അയാൾ വിചാരിക്കും. എന്താ തർക്കം തന്നെ അല്ലേ? അല്ല, ഒരു കാര്യം പറയട്ടെ, ക്യാമ്പ് ഫയറിലിടുന്ന സ്ഥലത്ത് ആൾക്കാർ മാത്രമാണോ തൻ്റെ പാട്ടിനെക്കുറിച്ച് പറഞ്ഞത്? നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കാണുന്നില്ല അവർ തന്നെ അഭിനന്ദിച്ചില്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ അതൊന്നും എനിക്കിഷ്ടമല്ല. ഓ പിന്നെ ഇതിപ്പോൾ വലിയ ഗായികമാരെല്ലാവരും പറയണത് ഇങ്ങനെയൊക്കെ തന്നെ. ചുമ്മാ അതിവിനെയൊന്നും കാണിക്കല്ലേ. എന്തൊക്കെ പറഞ്ഞാലും അവരെങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സുഖം അല്ലേ? പിന്നെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് നാളത്തോടു കൂടി നിൽക്കുകയാണ് രാധിക. ഈ സമയം വരുൺ പറയണേ, അതെ നാളെ നമുക്ക് കുറച്ചധികം സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഇപ്പം തന്നെ കിടന്നുറങ്ങാം. ഇത്ര നേരത്തെയോ? പിന്നല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തൻ്റെ പ്രാർത്ഥനയും പൂജയൊക്കെ മുടങ്ങിക്കിടക്കുവാണല്ലോ. കുറച്ച് നേരം കണ്ണടച്ച് നിന്ന് ഭഗവാന് പൂജ ചെയ്യാം. എന്താ അത് മതിയോ? അത് കൊള്ളാം. ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ, മര്യാദക്ക് കിടന്നുറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞ് രാധികയെ കട്ടിലേക്ക് തള്ളിയിടുവാണ്ടോ വരുൺ. എന്നിട്ട് വരുണും രാധികയുടെ അരികിൽ പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവർ പരസ്പരം റൊമാൻറ്റിക്കുമായിട്ട് പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വരുണിൻ്റെ നെഞ്ചിൽ തലതാഴ്ചുകൊണ്ട് രാധിക കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറെ കണ്ട് സംസാരിക്കാനായി നിൽക്കുന്ന സൂര്യനെയാണ് കേട്ടോ. ഈ സമയം പത്മിനിയോട് സൂര്യ പറയണേ, എന്താണെങ്കിലും ഡോക്ടറെ കണ്ട് എത്ര വേഗം സംസാരിക്കണം, ചെറിയമ്മയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കണം, മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്നാണെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഡോക്ടർ പുറത്തേക്ക് വരുന്നത്. അത് കാണുന്നതും ഡോക്ടറിൻ്റെ അടിയിലേക്ക് ചെല്ലുവാണ് സൂര്യ. ഡോക്ടർ, ചെറിയമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പ്രതീക്ഷ തരുന്നൊരു വാക്ക് എനിക്ക് നിങ്ങൾക്കിപ്പോൾ തരാൻ പറ്റില്ല. അല്ലേ ഡോക്ടർ, മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ചെറിയമ്മ ഷിഫ്റ്റ് ചെയ്താൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഇവിടുന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ മാറ്റാം. പക്ഷേ അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യവും കൂടി, അവർ സ്വയം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെങ്കിലും മറ്റാരെങ്കിലും കലക്കി കൊടുത്തതാണെങ്കിലും ശരി, ഇങ്ങനെയുള്ളൊരു കേസ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ധർമ്മമാണ്. എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. അന്നേരം പത്മിനി പറയണേ, അല്ല ഡോക്ടർ, ഇത്തരത്തിലുള്ളൊരു കാര്യം പോലീസ് കേസ് ആയിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കുടുംബത്തിന് കൂടി വലിയ അപമാനമാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം ചെയ്തല്ലേ പറ്റൂ. അല്ലെങ്കിൽ ഇവിടെ കിടന്നുകൊണ്ട് ആ പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ല എന്ന് ചോദിച്ച് ഞങ്ങൾ വേണം ഉത്തരവാദിത്തം പറയാൻ. അന്നേരം സൂര്യ പറയണേ, അല്ല ഡോക്ടർ, ഇങ്ങനൊരു കേസ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തോട് ശത്രുതയുള്ളവർ പല കഥകളും അടിച്ചിറക്കി വിടും. അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിനെ എല്ലാവരെയും ബാധിക്കും. ഈ സമയം ഡോക്ടർ പറയണേ, നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കണക്കിന് എല്ലാം സുതാര്യമായിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനി സൂര്യയോട് പറയണേ, സൂര്യ, ഇതെങ്ങാനും പോലീസ് കേസായി പിന്നെ പോലീസുകാർ നമ്മുടെ കുടുംബത്തിൽ കയറി ഇറങ്ങിയ അവരുണ്ടാക്കിവിടുന്ന ഓരോ കഥകൾ എന്തൊക്കെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയുള്ളൂ. അന്നേരം സൂര്യ പറയണേ, ഞാനെന്താണെങ്കിലും ഒന്നുകൂടി ഡോക്ടറെ ചെന്ന് കാണട്ടെ. എങ്ങനെയെങ്കിലും പോലീസ് കേസ് ആവുന്നതിൽ നിന്നും ഇതിനെ തടയാൻ ഞാൻ ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞ് സൂര്യ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അന്നേരം കൽപ്പന വന്ന് പറയണേ, അമ്മേ, പോലീസ് കേസ് എങ്ങാനും ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ ആദ്യം പോലീസുകാർ അന്വേഷിക്കാൻ പോകുന്നത് ചെറിയച്ഛൻ്റെയും ഗൗതമിൻ്റെ അരികിലായിരിക്കും. അവരെന്താണെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് ഒരിക്കലും പറയില്ല. ചെറിയമ്മയെ ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ അവിടെ നിന്നും അടിച്ച് തെരുവിലേക്ക് ഇറക്കിയത് അമ്മയും രാധികയുമാണെന്ന് അവർ തുറന്നു പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ അമ്മേനെയും രാധികനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പിന്നെ അവരുടെ ചോദ്യം പറച്ചിലും എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയാൻ പറ്റുള്ളൂ. കൽപ്പന, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്?
നീ എന്തിനാ മനുഷ്യനിങ്ങനെ പേടിപ്പിക്കുന്നത്? അങ്ങനെ പറഞ്ഞ ടെൻഷനോട് കൂടി നിൽക്കുന്ന പത്മിനിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് മുത്തശ്ശി വരുണിനെ രാധികനെയും വിളിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് പ്രിയങ്കയുടെ കാര്യം പറയാനാ. അന്നേരം വരുൺ ചോദിക്കണേ, എന്താ മുത്തശ്ശി, അവൾ വല്ല കുഴപ്പമുണ്ടാക്കിയോ? പ്രിയങ്ക ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല. പക്ഷേ നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും പ്രിയങ്ക ഇവിടെ ഉണ്ടാവില്ല. അതെങ്ങനെ? അതൊക്കെയുണ്ട്. അവൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണം. ഇനിയും അവൾ ഇവിടെ നിന്നാലേ ശരിയാവില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ യാത്ര എൻജോയ് ചെയ്യും. അങ്ങനെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. പിന്നീട് വരുണിൻ്റെ അധികം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനായിട്ട് പോകാൻ റെഡിയാകുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും പൂളിൻ്റെ അരികിലേക്ക് നടന്നു വരുവാണ്. ഈ സമയം ഇത് കാണുന്ന ബെഞ്ചമിൻ അവിടെ തന്നെ അടുത്ത പ്ലാൻ നടപ്പാക്കാമെന്ന് തീരുമാനിക്കുവാണ്. അതിനായിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുവാണ് കേട്ടോ. ഒരു വയർ കട്ട് ചെയ്ത് അത് സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിലേക്ക് ഇടുവാണ് ബെഞ്ചമിൻ. ഈ സമയം രാധിക പൂളിലേക്ക് ഇറങ്ങാനായിട്ട് ചെരുപ്പൊക്കെ ഊരിയിട്ട് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുന്ന ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ബെഞ്ചമിൻ ഒരുക്കിയ ഈ കടയിൽ നിന്നും രാധിക രക്ഷപ്പെടുമോ, അതോ ഇത്തവണ രാധിക ആ ചതിയിൽ പെട്ടുപോകുമോ? ഇതറിയാനായിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്